ആ, നിങ്ങളെല്ലാവരും ചെമ്മീൻ പുളി കണ്ടിട്ടുണ്ടോ? നമ്മുടെ റോസെല്ല എന്ന് പറയുന്നത്. ഞങ്ങളതിലൊക്കെ ചെമ്മീൻ പുളി എന്നാട്ടോ പറയുന്നത്. അത് പറിച്ച് തരുന്ന ഒരാളുടെ എക്സ്പ്രഷൻസാണ് ഈ കാണുന്നത്. നമ്മുടെ മന്നാങ്കുടി, അടിമാലിയിൽ നിന്ന് മാറിയിട്ടുള്ള മന്നാങ്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. മന്നാന്മാർ നമ്മുടെ ട്രൈബൽസാണ് മന്നാന്മാർ. അവർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് മന്നാങ്കുടി എന്ന് പറഞ്ഞാൽ. ആ ഭാഗത്തുള്ള നല്ല നല്ല ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞങ്ങൾ ചുമ്മാ വിസിറ്റിങ്ങിന് പോയി. അപ്പോൾ അവിടെ നിറയെ ഇങ്ങനെ പാറകളുണ്ട്. ആ പാറകളുടെ മീതെ, ഇത് പാറയിലാട്ടോ നിൽക്കുന്നത് മൊത്തം. ഇതിങ്ങനെ ഒത്തിരി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ ആഗ്രഹമായിട്ട് പറിച്ച് കഴിക്കുന്നതാണ്. പുളിയാണെങ്കിലും വിടാണ്ട് കഴിക്കുന്നുണ്ട്. എന്ത് മനോഹരമായ എക്സ്പ്രഷൻസാണ് പൊന്നൂസിൻ്റെത്. നിങ്ങളെല്ലാവരും പുളി കഴിക്കുമ്പോൾ കണ്ണാടിയിലൊന്ന് നോക്കണേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രഷൻസാണോ കാണിക്കണേന്ന്. എന്നാലും പിന്നെ സാറ് വിടാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഭയങ്കര കഴിക്കില്ല. അതിൻ്റെ ഒപ്പം അവിടുത്തെ പ്രകൃതിയുടെ ഭംഗിയുടെയും കൂടി ആസ്വദിക്കുന്നുണ്ട്. ഭയങ്കര മനോഹരമായ സ്ഥലമാണത്. നല്ല വ്യൂവിന് പറ്റിയ സ്ഥലം. ഫോട്ടോഷൂട്ടിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവേ അങ്ങോട്ട്. പക്ഷേ എല്ലാ വണ്ടികളൊന്നും പോകത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്ത് മനോഹരമായ സ്ഥലമല്ലേ. നല്ല ചുറ്റും നല്ല പുല്ലുകളും, ആ പുല്ലും പാറകളുടെ ഇടയിലാണ് ഈ സാധനങ്ങൾ മൊത്തം നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് പറിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ഇവർ വീട്ടിൽ വന്ന് കഴിക്കുന്നൊരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഭയങ്കര പറിച്ച് നീറ്റായതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇലയാണ് ട്രൈ ചെയ്യുന്നത്. ഇലയും പുളിയാണ്. ഇല പക്ഷേ അത്രയും പുളിയല്ല, എന്നാലും മാനേജ് ചെയ്യുന്നുണ്ട്. നിങ്ങളെവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് മാനേജ് ചെയ്ത് നോക്കണേ, തിന്ന് നോക്കണേ. പിന്നെ ഇത് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലതാണ്. ഉണ്ട്, അതിൻ്റെ വ്യൂ ഉണ്ട്. എന്ത് മനോഹരമല്ലേ സ്ഥലം. അങ്ങ് തൊട്ട് അവനിരിക്കുന്ന ഒരറ്റത്തായിട്ട്, അതിൻ്റെ അറ്റത്തേക്ക് ഒരു കുഴിയാണ്, ഭയങ്കര കുഴിയാണ്. അതിൻ്റെ താഴെ വീടുകൾ വയ്ക്കുക. അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ. എൻ്റെ സ്ഥലത്തിൻ്റെ മനോഹാരിത കണ്ടോ. ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾ ജീപ്പിലാണ് പോയത്.